വയനാട് കള്ളാടിയിലെ ദുരന്ത പ്രദേശത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശനം നടത്തും. സ്വാഭാവികമായ മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായോ എന്ന കാര്യം പരിശോധിക്കും. അതോടൊപ്പം തന്നെ മണ്ണ് നീക്കം ചെയ്യാതിരുന്നത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന നിരീക്ഷണമുണ്ട്. അക്കാര്യത്തിലെല്ലാം തന്നെ അന്വേഷണം നടത്തും. അതോടൊപ്പം തന്നെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ സാമ്പത്തിക സഹായം, പരിക്കേറ്റവരുടെ ചികിത്സ, ഇത്തരം കാര്യങ്ങൾ ആണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും പറഞ്ഞത്. വയനാട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിരുന്നു വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചു പോയി. അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ വിവാദമായി നിലനിൽക്കുന്ന, പ്രത്യേകിച്ച് വിഴിഞ്ഞം പോർട്ടിലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ MSC എന്ന കപ്പൽ കമ്പനി എങ്ങനെയാണ് നേടുന്നത്, അതിൽ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവ ലഭിച്ചു, ഓഹരി കൈമാറ്റം നടന്നു, ഇങ്ങനെയുള്ള പല വാർത്തകൾ, ആരോപണങ്ങൾ, വിമർശനങ്ങൾ, അതിനെല്ലാം എണ്ണി അതായത് മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുകയും ആരോപണങ്ങളെ ഓരോന്നായി ഖണ്ഡിക്കുകയും ചെയ്യുന്നതാണല്ലോ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. തീർച്ചയായിട്ടും വയനാട് ദുരന്തത്തിന് സമഗ്ര അന്വേഷണത്തിനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. അവിടെ ഈ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ എടുത്തു മാറ്റിയിട്ട മണ്ണ്, അതായത് തുരങ്കപാതയ്ക്ക് നിർമ്മാണത്തിന് വേണ്ടി എടുത്ത് മാറ്റിയ മണ്ണ് മാത്രമാണ് ഇടിഞ്ഞതെന്നാണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തലുണ്ടായത്. അതുകൊണ്ടാണ് ഇന്നലെ ടി സിദ്ദിഖ് വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയും പറഞ്ഞത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് അവിടെ സ്വാഭാവിക മണ്ണിടിച്ചിലുണ്ടായെന്ന സംശയം കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു അന്വേഷണത്തിനുള്ള 2 തരത്തിലുള്ള അന്വേഷണം സർക്കാർ തയ്യാറെടുക്കുകയാണ്. മണ്ണ് നീക്കം ചെയ്യാത്തതിൽ ഗുരുതര വീഴ്ച വന്നു, ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടും മണ്ണ് നീക്കം ചെയ്യാത്തതിൽ ഗുരുതര വീഴ്ച വന്നു എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് 2 തരത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. ദുരന്തത്തിൽ സാങ്കേതികവും നിയമപരവുമായ നടപടികൾ അന്വേഷിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി, അതായത് കേന്ദ്ര സർക്കാർ നേരത്തെ ഇതിന് പാരിസ്ഥിതിക അനുമതി അടക്കം നൽകിയിരുന്നു. ആ അനുമതി നൽകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്, അതെല്ലാം പാലിച്ചോ എന്ന് അന്വേഷിക്കുമെന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. അതായത് മണ്ണ് നീക്കം ചെയ്യാത്തതിൽ ഗുരുതര വീഴ്ചയുണ്ടായി, അവിടെ പ്രശ്നങ്ങളുണ്ട്, അത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. അപ്പുറത്തേക്ക് സ്വാഭാവിക മണ്ണിടിച്ചിലുണ്ടായോ എന്ന കാര്യത്തിലും അന്വേഷണമുണ്ടാകും. അതായത് സ്വാഭാവിക മണ്ണിടിച്ചിലുണ്ടായെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി, പാരിസ്ഥിതിക അനുമതി അടക്കം ലഭിച്ചിട്ടാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. അങ്ങനെ മണ്ണിടിച്ചുണ്ടാകുന്ന പ്രദേശമല്ല എന്ന കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകണം അവിടെ പണി ആരംഭിച്ചത്. അതിൽ വീഴ്ച വന്നു എന്ന കാര്യം കൂടി പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതുവരെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവയ്ക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വയനാട് തുരങ്കപാത നിർമ്മാണം നിർത്തിവയ്ക്കുകയാണ്. അത് ദുരന്ത പശ്ചാത്തലത്തിലാണ്. അവിടെ മണ്ണിടിച്ചിലുണ്ടായത് സ്വാഭാവിക മണ്ണിടിച്ചിൽ കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പാരിസ്ഥിതിക അനുമതി അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന് സംശയമുണ്ട്. അത്തരം അന്വേഷണങ്ങളിലേക്ക് കൂടി പോകുമെന്നാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. പരിസ്ഥിതി വിഷയങ്ങൾ കൂടി കണക്കിലെടുത്ത് മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്ന് നേരത്തെ ഈ പദ്ധതിയുടെ തുടക്കത്തിൽ നിലപാടെടുത്തയാളാണ് വി ഡി സതീശൻ. അദ്ദേഹം അത് ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു. അത്തരം കാര്യങ്ങളിലും പരിശോധന ഉണ്ടാകും. ഏതായാലും ഒരു അന്വേഷണം, വളരെ വിശദമായ അന്വേഷണം ഉണ്ടാകുന്നവരെ വയനാട് തുരങ്കപാത നിർമ്മാണം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് നിലപാട് സർക്കാർ വ്യക്തമാക്കുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, ദുരന്തത്തിൽ പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായവും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഏതായാലും മറ്റു പ്രധാനപ്പെട്ട വിഷയം, മുഖ്യമന്ത്രി മറുപടി കേരളം കാത്തിരുന്നത് വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി. ഒരു തരത്തിലുള്ള ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. അങ്ങനെ ഓഹരി കൈമാറ്റം നടത്താൻ കഴിയില്ല. സംസ്ഥാന സർക്കാരാണ് ഈ കമ്പനിയുടെ തുറമുഖത്തിന്റെ ഉടമ അറിയാതെ അവിടെ ഓഹരി കൈമാറ്റം സാധ്യമല്ല. അതിന് അനുമതി തേടിയാണ് സർക്കാരിനെ കമ്പനി സമീപിച്ചത്. അത് പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ, നേരത്തെ തന്നെ വിഴിഞ്ഞം തുറമുഖ നടത്തിയുമായി ബന്ധപ്പെട്ട എംപവേർഡ് കമ്മിറ്റിയെ സർക്കാർ രൂപീകരിച്ചിരുന്നു. അവരോട് ഇക്കാര്യം നിയമപരവുമായും അതുപോലെ ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്, MSC കമ്പനി മാത്രം അവിടെ അവർക്കൊരു ഏകാധിപത്യം, ഒരു മൊണോപ്പൊളി അവിടെ ഉണ്ടാകുമെന്ന ആശങ്ക, ഈ ചരക്ക് നീക്കം അങ്ങനെയെങ്കിലും മറ്റു കമ്പനികൾക്ക് വരാൻ കഴിയാതെ പോകുമെന്ന ആശങ്ക. അവിടെ മുഖ്യമന്ത്രിയുടെ മറുപടി, അത്തരം ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കൺസഷൻ കരാറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വ്യവസ്ഥയുണ്ട്, നിബന്ധനയുണ്ട്. അങ്ങനെ ഒരു കമ്പനിക്ക് മാത്രമായി അവിടെ മൊണോപ്പൊളി കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിന് ഉയർന്ന ആരോപണങ്ങൾ എല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നുവെന്ന് കോൺഗ്രസിനകത്തും തന്നെ ഉയർന്നു വന്ന വിമർശനങ്ങൾ, KC വേണുഗോപാലിന്റെ വിമർശനങ്ങൾ, PJ കുര്യന്റെ വിമർശനം, അതെല്ലാത്തിനും മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ഒരു കാര്യവും താൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തിട്ടുണ്ട്, അത് മാധ്യമങ്ങളുടെ മാത്രം വ്യാഖ്യാനമാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരം വിമർശനങ്ങളെയും തള്ളുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. രാഷ്ട്രീയ മറുപടി കൂടി അദ്ദേഹം നൽകുന്നു. KC വേണുഗോപാലൊന്നും ആ വിഷയത്തെ അങ്ങനെ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് അദ്ദേഹം അത്തരം രാഷ്ട്രീയ വിമർശനങ്ങളെ, പാർട്ടിക്കുള്ളിൽ നിന്നും പ്രതിപക്ഷത്തും ഉയർന്ന വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി അല്പസമയത്ത് അദ്ദേഹം വയനാട്ടിലേക്ക് പുറപ്പെടും. ഹെലികോപ്റ്ററിൽ അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ദുരന്തബാധിത മേഖലയിലെത്തും. അഭിലാഷ്.
യെസ്, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. അവിടെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലെ ദുരന്തബാധിതർക്കുള്ള സാമ്പത്തിക സഹായം, ഒപ്പം ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അന്വേഷണം. അതേസമയം വിവാദ വിഷയങ്ങളിൽ എല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള മറുപടിയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വാർത്താ സമ്മേളനത്തിൽ കാണാൻ സാധിച്ചത്. ഒന്ന്, ഇപ്പോൾ MSC എന്ന ഷിപ്പിംഗ് കമ്പനി അദാനിയുടെ ഓഹരികൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ അതിന് ഒട്ടേറെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓഹരികൾ വാങ്ങി എന്ന വാർത്ത തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു. രണ്ട്, ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഓഹരി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുമതിയും നൽകിയിട്ടില്ല. അതേസമയം അനുമതി നൽകില്ല എന്ന് അദ്ദേഹം പറയുന്നുമില്ല. കാരണം ഒരുപക്ഷെ ഇത് കമ്പനികളുടെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാവുന്ന ഒന്നായതുകൊണ്ടും അതൊരു വികസന പ്രൊജക്റ്റ് ആയതുകൊണ്ടും ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി നൽകേണ്ടതായി വരാം. പക്ഷേ അപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് അങ്ങനെ ഓഹരികൾ കൈമാറി എന്നതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് പോലെ, CPIM പറയുന്നത് പോലെ ഈ വിഴിഞ്ഞത്തിൻ്റേത് ഒരു കുത്തക അവകാശമാക്കി MSC കമ്പനിക്ക് മാറ്റാൻ സാധിക്കില്ല. എഗ്രിമെന്റിൽ വളരെ കൃത്യമായി ഇതിൻ്റെ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിനാണ് എന്നും അവിടെ ഏതെങ്കിലും തരത്തിൽ അത്തരം മോണോപോളിയിലേക്ക് ഒരു കമ്പനി പോയാൽ കൃത്യമായി ഇടപെടുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനുമൊക്കെ ഈ നിയമപ്രകാരമുള്ള ക്ലോസുകൾ ഉണ്ട് എന്നുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒപ്പം ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വ്യക്തിപരമായ സാമ്പത്തിക നേട്ടത്തിനല്ല, അത് പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ് എന്ന് പറയുന്നു. ഒപ്പം കഴിഞ്ഞ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്തിനാണ് IT വകുപ്പ് കൈകാര്യം ചെയ്തത് എന്ന മറുചോദ്യം ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. അങ്ങനെ സാങ്കേതികമായി, അതായത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദ വിഷയങ്ങളിൽ കൃത്യമായ മറുപടി നൽകുന്നു എന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായ മറുപടിയും രാഷ്ട്രീയമായ വിമർശനവും ആരോപണവും CPIM-ന് നേരെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ. ഇനി നമ്മൾ വീണ്ടും വയനാട്ടിലേക്ക് തന്നെയാണ് തിരികെ എത്തുന്നത്. വയനാട്ടിൽ കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3 എന്നത് തന്നെയാണ്. മൃതദേഹങ്ങൾ അധികമൊന്നും ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ മഴ പെയ്യുന്നു എന്നത് രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും തിരിച്ചടി സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ പാലത്തിൽ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്തതോടുകൂടി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് മാത്രമാണ് ഇപ്പോൾ അതുവഴിയുള്ള യാത്ര അനുവദിക്കുന്നത്. പുറത്തു നിന്ന് വരുന്നവരെ ഒന്നും തന്നെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് ഈ അപകട സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററിൽ പുറപ്പെടുന്നുമുണ്ട്. പക്ഷേ ഹെലികോപ്റ്റർ വയനാട്ടിൽ ഇറങ്ങുക എന്നത് സാധ്യമല്ല എന്നുള്ളതാണ് അവിടുത്തെ കാലാവസ്ഥയുടെ പശ്ചാത്തലം അനുസരിച്ച്. കാരണം ഇപ്പോഴും ഇടവിട്ട് അതിശക്തമായ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.